അടുത്ത ആഴ്ച ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ല സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് ആലോചിച്ച് നിങ്ങൾ ഒരു കൺഫ്യൂഷനിലാണോ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. മാർക്കറ്റിലെ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒരു മുന്നേറ്റത്തിന് സാധ്യത കാണിക്കുന്ന നല്ല റിസ്ക് റിവാർഡ് സാധ്യതകളുള്ള 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, അവയുടെ സാധ്യതകളുള്ള എൻട്രി, ടാർഗറ്റ് ലെവലുകൾ ഇതൊക്കെ ഏതാണ്, ഇവയെല്ലാം നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്റ്റോക്കുകൾ തിരഞ്ഞെടുക്കുന്നു എന്നതിന്റെ ടെക്നിക്കൽ റീസണും വീഡിയോ ലളിതമായിട്ട് വിശദീകരിക്കുന്നുണ്ട്. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. അപ്പോൾ നമുക്ക് നേരെ സ്റ്റോക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് മാർക്കറ്റിന്റെ പൊതുവായ ഒരു ചിത്രം നോക്കാം. നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡിസംബർ ആദ്യ വാരത്തിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് ഞാനിത് പറയുന്നത്. റെക്കോർഡ് ചെയ്യുമ്പോൾ ചരിത്രത്തിൽ ആദ്യമായിട്ട് നിഫ്റ്റി 50 സൂചിക 26,200 റേഞ്ചിലാണുള്ളത്. ഒരു വലിയ റാലിക്ക് ശേഷം മാർക്കറ്റ് അല്പം വിശ്രമിക്കുന്നതിന്റെ സൂചനകളും നമുക്ക് കാണാൻ കഴിയും. അത് തികച്ചും സ്വാഭാവികമാണ്. വരുന്ന ദിവസങ്ങളിൽ നിഫ്റ്റി 25,900 26,200 അങ്ങനെ ഒതുങ്ങി നിൽക്കാനുള്ള ഒരു സാധ്യതകൾ കൂടി നിലവിലുണ്ട്. അതേസമയം മൊത്തത്തിൽ ഒരു ബുള്ളിഷ് മൊമെന്റം നിലനിൽക്കുന്നതിനാൽ ഫ്യൂച്ചറിൽ ഒരു അപ് ട്രെൻഡ് കൂടി ഉണ്ടാകും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് കൂടി നമുക്ക് ഒഴിവാക്കാനാകില്ല. ബാങ്കിങ് സ്റ്റോക്കുകളാണ് വിപണിയെ പ്രധാനമായിട്ടും മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം IT, ഓട്ടോ, റിയാലിറ്റി സെക്ടറുകളും നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇൻഡെക്സ് ഒരു റേഞ്ചിൽ നിൽക്കുമ്പോഴും ചില പ്രത്യേക സ്റ്റോക്കുകൾക്ക് അവരുടെ പാറ്റേണുകൾ ബ്രേക്ക് ചെയ്ത് മുന്നേറാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള മുന്നേറ്റം പല സ്റ്റോക്കുകളിലും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള 5 സ്റ്റോക്കുകളെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര. ഓട്ടോ സെക്ടറിലെ കരുത്തരായിട്ടുള്ള മഹീന്ദ്രയാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. മാർക്കറ്റിൽ നല്ലൊരു മുന്നേറ്റം നടത്തിക്കൊണ്ടാണ് ഈ ഒരു സെക്ടർ പോകുന്നത്. അതിൽ M&M മുൻപന്തിയിൽ തന്നെയുണ്ട്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് പുതിയ റെക്കോർഡ് ഉയരം കുറിച്ചതിന് ശേഷം ഈ ഒരു സ്റ്റോക്ക് ചെറിയൊരു കൺസോൾട്ടേഷനിലായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് M&M ഇപ്പോൾ ഒരു ആകർഷണീയമായിട്ട് തോന്നുന്നത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാം. ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ സ്റ്റോക്ക് അതിന്റെ മുൻപത്തെ പ്രധാന റെസിസ്റ്റൻസ് ആയിരുന്ന 3,700 3,730 രൂപ സോണിൽ ഇങ്ങനെ ുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ ഒരു സപ്പോർട്ട് എടുത്ത് മുന്നോട്ട് കയറാനുള്ള സാധ്യതകൾ കൂടി നിലവിലുണ്ട്. ഇതിനെ ടെക്നിക്കൽ അനാലിസിസിൽ ഫോൾ ആൻഡ് ഫ്ലാറ്റ് പാറ്റേണിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് പലപ്പോഴും ഒരു വലിയ ഒരു മുന്നേറ്റത്തിന് മുമ്പ് കാണുന്ന ഒരു പ്രത്യേകതരം പാറ്റേൺ ആണ്. അതുപോലെ തന്നെ വില താഴേക്ക് വരുമ്പോൾ വിൽപ്പനക്കാരുടെ എണ്ണം കുറയുകയും വില മുകളിലേക്ക് പോകുമ്പോൾ വാങ്ങുന്നവരുടെ എണ്ണം കൂടുകയും ഒരു പോസിറ്റീവ് സൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതിന്റെ പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ 3,730 3,760 ഇടയിൽ ഒരു എൻട്രിക്ക് സാധ്യതയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. അനലിസ്റ്റുകൾ ഇതിന് കാണുന്ന ആദ്യത്തെ ടാർഗറ്റ് ഏതാണ്ട് 4,000 രൂപ വരെയാണ്. ഏതെങ്കിലും കാരണവശാൽ മാർക്കറ്റ് എഗനിസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് 3,600 ലെവലിൽ ഒരു സ്റ്റോപ്പ് ലോസ് വെക്കുന്നതും നന്നായിരിക്കും. നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ സ്റ്റോക്ക് സാമ്പത്തിക സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന L&T ഫിനാൻസ് ആണ്. ഈ സ്റ്റോക്ക് കുറെ നാളുകളായിട്ട് പല നിക്ഷേപകരുടെയും വാച്ച് ലിസ്റ്റിലുള്ള ഒന്നാണ്. ഇതിന്റെ ഒരു ലോങ് ടൈം ചാർട്ട് നോക്കിയാൽ വളരെ സ്ഥിരതയുള്ള ഒരു ഫോർവേഡ് മൊമെന്റം നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് സ്റ്റോക്ക് ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ എന്ന ഒരു ബുള്ളിഷ് പാറ്റേൺ രൂപീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാമായിരുന്നു. ഈ അടുത്ത ആ ഒരു പാറ്റേണിൽ നിന്ന് ഒരു ബ്രേക്ക്ഔട്ട് നൽകി സ്റ്റോക്ക് പതുക്കെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പൊ എന്താണ് ഈ സ്റ്റോക്ക് തിരഞ്ഞെടുക്കാൻ കാരണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. സാധാരണയായിട്ട് ഒരുപാട് നാളത്തെ കൺസോൾട്ടേഷന് ശേഷമുള്ള ബ്രേക്ക്ഔട്ടുകൾക്ക് നല്ല മുന്നേറ്റം നൽകാനുള്ള കഴിവുകൾ ഉണ്ടാവാറുണ്ട്. L&T ഫിനാൻസ് അതിന്റെ ഒരു പ്രതിവാര ചാർട്ടുകളിലെല്ലാം ശക്തമായിട്ടുള്ള സൂചനകളാണ്, പോസിറ്റീവ് മൊമെന്റം നമുക്ക് കാണാൻ കഴിയും. പൊതുവെ സാമ്പത്തിക രംഗത്ത് അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് വിപണിയിൽ നിലവിലുള്ളത്. പലിശ നിരക്കുകൾ കുറയ്ക്കുന്നത് പോലെയുള്ള ഘടകങ്ങൾ ഇത്തരം കമ്പനികൾക്ക് ഗുണമായേക്കും. ഇനി ഇതിന്റെ പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ഈ സ്റ്റോക്ക് ഏകദേശം 300 രൂപയ്ക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ബ്രേക്ക്ഔട്ടിന് ഒരു തുടർച്ച പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നിലവിലെ വിലയിൽ എൻട്രിക്ക് സാധ്യതയുണ്ടോ എന്ന് കൂടി നിരീക്ഷിക്കേണ്ടതുണ്ട്. ഇതിനൊരു സാധ്യത, ഒന്നാമത്തെ ടാർഗറ്റ് 320 രൂപയും അത് കടന്നാൽ 340 രൂപയൊക്കെയാണ്. ഏതൊരു ട്രേഡിനും ഒരു സ്റ്റോപ്പ് ലോസ് അനിവാര്യമാണ്. 288 രൂപ നമുക്ക് സ്റ്റോപ്പ് ലോസും വെക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് കൊഫോർജ് ലിമിറ്റഡ് ആണ്. IT സെക്ടറിൽ നിന്നുള്ള കൊഫോർജ് ലിമിറ്റഡ് ഇന്ത്യൻ IT സെക്ടർ ഒരു പൊതുവെ ഉണർവിലുള്ള അവസരത്തിൽ ഒരു സാധ്യത നൽകുന്ന സ്റ്റോക്കാണ്. ഡോളറിന്റെ വില കൂടുന്നത് IT കമ്പനികളുടെ വരുമാനത്തെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഒരു മുന്നേറ്റത്തിൽ പങ്കുചേരാൻ കൊഫോർജ് ലിമിറ്റഡും ഒരു പരിധിവരെ മുന്നോട്ടേക്ക് എത്തുന്നുണ്ട്. ടെക്നിക്കൽ ചാർട്ടിൽ നോക്കുകയാണെങ്കിൽ കൊഫോർജ് അതിന്റെ പ്രധാന കൺസോൾട്ടേഷൻ സോണുകളിൽ നിന്നും നല്ല വോളിയത്തോടെ ബ്രേക്ക്ഔട്ട് നൽകിയിരിക്കുന്നതായിട്ടും കാണാൻ കഴിയും. സ്റ്റോക്ക് അതിന്റെ പ്രധാനപ്പെട്ട എല്ലാ മൂവിംഗ് ആവറേജുകൾക്കും മുകളിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു ബുള്ളിഷ് ട്രെൻഡിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. RSI മൊമെന്റം ഇൻഡിക്കേറ്ററുകളും 60ക്ക് മുകളിൽ നിൽക്കുന്നത് വാങ്ങുന്നവർക്ക് മുൻതൂക്കം നൽകുന്നു എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കൊരു ഇൻഡിക്കേഷൻ തരുന്നുണ്ട്. ഇനി പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ ഫോർജിന്റെ വില ഏകദേശം 1,970 മുകളിലാണ്. സ്റ്റോക്ക് 1,950 രൂപയ്ക്ക് മുകളിൽ നിൽക്കുന്നിടത്തോളം ഈ ഒരു ബുള്ളിഷ് ട്രെൻഡ് തുടരാനാണ് സാധ്യത. ഒരു ഷോർട്ട് ടൈമിലേക്ക് പരിഗണിക്കാവുന്ന നിലവിലെ എൻട്രി സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ കരുതാം. ഇതിന്റെ ആദ്യത്തെ ടാർഗറ്റ് ആയിട്ട് 2,000 രൂപയും അതിനുശേഷം 2,100 രൂപയും പരിഗണിക്കപ്പെടുന്നു. ഒരു റെസിസ്റ്റൻസ് ആയിരുന്ന 1950 ബ്രേക്ക്ഔട്ട് ലെവൽ ഇനിയും ഒരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാനാണ് സാധ്യത. അപ്പൊ ഇനി അടുത്ത സ്റ്റോക്ക് ഹിന്ദുസ്ഥാൻ കോപ്പർ ലിമിറ്റഡ് ആണ്.
നാലാമതായിട്ട് നമ്മൾ നോക്കുന്നത് മെറ്റൽ സെക്ടറിൽ നിന്നുള്ള പൊതുമേഖലാ സ്ഥാപനം ഹിന്ദുസ്ഥാൻ കോപ്പർ. മെറ്റൽ സെക്ടർ സ്റ്റോക്കുകളുടെ പ്രകടനം പലപ്പോഴും ആഗോള വിപണിയിലെ ലോഹങ്ങളുടെ വിലയുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഇപ്പോൾ കോപ്പറിന്റെ വിലയിൽ ഉണ്ടാകുന്ന വർധനവ് ഈ സ്റ്റോക്കിന് അനുകൂലമായിട്ടുള്ള ഒരു ഘടകമാണ്. ടെക്നിക്കൽ ചാർട്ട് നോക്കുമ്പോൾ ഈ ഒരു സ്റ്റോക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ട്രെൻഡിലാണ് എന്നുള്ളത് വ്യക്തമാകും. അപ്പോൾ എന്തുകൊണ്ടാണ് ഹിന്ദുസ്ഥാൻ കോപ്പർ ഈ സ്റ്റോക്ക് അതിന്റെ മുമ്പത്തെ റെസിസ്റ്റൻസ് ലെവലുകൾ ഓരോന്നായിട്ട് ഭേദിച്ച് പുതിയ ഉയരങ്ങൾ ലക്ഷ്യമിടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉയർന്ന വോളിയത്തോടെയാണ് സ്റ്റോക്ക് മുന്നേറുന്നത്. ഇത് വലിയ നിക്ഷേപകർ ഈ സ്റ്റോക്കിൽ താല്പര്യം കാണിക്കുന്നു എന്നതിന്റെ സൂചനയായിട്ട് നമുക്ക് വിലയിരുത്താം. മാക്ഡി പോലെയുള്ള ട്രെൻഡ് ഇൻഡിക്കേറ്ററുകളും ശക്തമായിട്ടുള്ള ഒരു മുന്നേറ്റത്തിനുള്ള സാധ്യതയെ പിന്തുണയ്ക്കുന്നുണ്ട്. ഇനി ഇതിന്റെ ലെവലുകൾ നോക്കുകയാണെങ്കിൽ നിലവിൽ 370 രൂപ നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. 359 രൂപയ്ക്ക് മുകളിൽ ഒരു ക്ലോസിംഗ് നൽകുന്നത് കൂടുതൽ ബുള്ളിഷ് സ്ഥിരീകരണമായിട്ട് നമുക്ക് കണക്കാക്കുകയും ചെയ്യാം. അതുകൊണ്ടൊക്കെ തന്നെ 360-365 രൂപ സോണിൽ ഒരു എൻട്രിക്ക് സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഷോർട്ട് ടൈം ടാർഗറ്റ് ആയിട്ട് 416 രൂപയാണ് അനലിസ്റ്റുകൾ കാണുന്നത്. സ്റ്റോക്കിൽ 350 രൂപയ്ക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വെക്കാവുന്നതാണ്. കാരണം ആ ലെവലിന് താഴെ പോയാൽ സ്റ്റോക്കിന് ഒരു ബുള്ളിഷ് മൊമെന്റം ദുർബലമാകാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. ഇനി അടുത്ത സ്റ്റോക്ക് 360 1WAM. ലിസ്റ്റിലെ അവസാനത്തെ സ്റ്റോക്കാണ്. ഒരുപക്ഷെ അധികം ആളുകൾക്ക് പരിചയമില്ലാത്ത ഒന്നായിരിക്കാം. വെൽത്ത് മാനേജ്മെന്റ് രംഗത്ത് പ്രവർത്തിക്കുന്ന 360 1WAM ആണ്. മാർക്കറ്റ് പുതിയ ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതൽ ആളുകൾ നിക്ഷേപിക്കാൻ തുടങ്ങുകയും നിലവിലെ ആസ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് സ്വാഭാവികമായിട്ടും വെൽത്ത് മാനേജ്മെന്റ് കമ്പനികൾക്ക് വളരെ ഗുണകരമാണ്. ഇതിന്റെ പ്രധാന ലെവലുകൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് നിലവിൽ ഏകദേശം 1145 രൂപ നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ സ്റ്റോക്കിന് 1125-നും 1130-നും ഇടയിലുള്ള സോണിൽ ഒരു എൻട്രിക്ക് സാധ്യതയുണ്ടോ എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഇതിന് വെക്കാവുന്ന ഒരു ഷോർട്ട് ടൈം ടാർഗറ്റ് എന്ന് പറയുന്നത് 1270 രൂപയാണ്. ഈ ട്രേഡിൽ നിർബന്ധമായിട്ടും പാലിക്കേണ്ട സ്റ്റോപ്പ് ലോസ് ഏതാണ്ട് 1000 രൂപ ഒരു റേഞ്ചിലാണ്. അപ്പോ നമുക്ക് അടുത്ത ആഴ്ചയിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന 5 സ്റ്റോക്കുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അനലൈസ് ചെയ്തത്. ഒന്നാമതായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഓട്ടോ സെക്ടറിലെ മുന്നേറ്റം മുതലെടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. L&T ഫിനാൻസ് ഒരു ക്ലാസിക് കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക്ഔട്ട് നമ്മൾ കണ്ടു. കൊഫോർജ് ലിമിറ്റഡ് IT സെക്ടറിന്റെ മൊമെന്റം പ്ലേ എന്ന നിലയിൽ നമുക്ക് ഒരു സാധ്യത നൽകുന്നു. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ കോപ്പർ മെറ്റൽ സെക്ടറിലെ ശക്തമായിട്ടുള്ള ബുള്ളിഷ് ട്രെൻഡ് നമുക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ ശ്രമിക്കാം. 361 WAM, മാക്ഡി, ADX പോലെയുള്ള ട്രെൻഡ് ഇൻഡിക്കേറ്ററുകളും ശക്തമായിട്ടുള്ള മുന്നേറ്റങ്ങളും ഒരു സാധ്യത നൽകുന്നുണ്ട്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഈ 5 സ്റ്റോക്കുകളും അവയുടെ ടെക്നിക്കൽ കാരണങ്ങൾ വെച്ച് നല്ല സാധ്യതകൾ കാണിക്കുന്നുണ്ട്. പക്ഷെ പലപ്പോഴും മാർക്കറ്റ് പ്രവചനാതീതമാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു സ്റ്റോപ്പ് ലോസ് ഉപയോഗിച്ച് മാത്രം നിങ്ങളുടെ റിസ്ക് നിയന്ത്രിക്കുന്നതിനെ പറ്റി ആലോചിക്കുക. റിസ്ക് എടുക്കാനുള്ള കഴിവിനനുസരിച്ച് മാത്രം ട്രേഡിംഗ് തീരുമാനങ്ങൾ എടുക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ അടുത്ത ആഴ്ച ശ്രദ്ധിക്കേണ്ട മറ്റ് സ്റ്റോക്കുകൾ ഏതൊക്കെയാണ് എന്ന് കമന്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ മാർക്കറ്റ് വിശകലനങ്ങൾക്കായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.